10 രൂപ ചെലവില്ല, ഫ്രീ ആയിട്ട് അത് ഗവൺമെന്റ് ചെലവിൽ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഷെഫിനോട് ചോദിച്ചാൽ, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഷെഫിനോട് പഠിച്ചിറങ്ങുന്ന ഒരു ഷെഫിനോട് ചോദിച്ചാൽ, പഠിക്കുന്നവരോട് ചോദിച്ചറിയാം എത്രത്തോളം ഭയങ്കര റിസ്ക് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം പാടാണ് ഒരു വായിക്ക് രുചിയായിട്ട് ഒരാൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം നല്ല ഇത് കാര്യം പറയുക, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് പറയുന്ന അത് കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായ ഒരു കാര്യം. ഇതിപ്പോൾ ഗവൺമെന്റ് ചെലവിൽ ഫ്രീ ആയിട്ട്, അതും ഇനി പഠിച്ച് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാശും കിട്ടും, നിങ്ങൾക്കൊരു തൊഴിലായി എല്ലാം കൊണ്ടും. അതായത് ഇവിടെ കടയൊക്കെ നടത്തി പൂട്ടി പോണവരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. കാരണം ഫ്രീ ചെലവിൽ, അതും ഗവൺമെന്റ് ചെലവിൽ എന്നാ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് കേട്ടു നോക്കി. തിരുവനന്തപുരം മട്ടക്കുളങ്ങര വനിതാ സബ് ജയിലിലെ അന്തേവാസികൾക്ക് പ്രതീക്ഷയുടെ കിരണമാണ് ഫുഡ് ഫോർ ഫ്രീഡം പദ്ധതി. ഇലയടകൾ, കുഴലപ്പം, കേരള മിക്സ്ചർ തുടങ്ങിയ സ്വാദിഷ്ടമായ വിവിധതരം ലഘുഭക്ഷണങ്ങളാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ജയിലിന് പുറത്തുള്ള ഭക്ഷണ കൌണ്ടറിൽ മിതമായ നിരക്കിലാണ് പലഹാരങ്ങൾ വിൽക്കുന്നത്. ഫുഡ് ഫോർ ഫ്രീഡം പ്രോജക്ട് 2016 ആരംഭിച്ചത്. വർഷങ്ങളായി ജനപ്രീതി നേടിയിട്ടുമുണ്ട്. വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം തടവുകാരുടെ അക്കൌണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. തടവുകാർക്ക് മോചിതരായ ശേഷം പിൻവലിക്കാവുന്നതാണ് ഈ വരുമാനം. പണം സ്വരൂപിക്കാൻ തടവുകാർക്ക് അവസരമൊരുക്കുന്നതാണ് ഈ സംരംഭം. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവരുടെ സ്വന്തം ബിസിനസ് സഹായകമാകുമെന്നും പറയുന്നു. എന്താ പറയാ, ഒരു പ്രൊമോഷൻ വീഡിയോ, അതും ജയിലിലേക്കുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് ഞാനായിരിക്കും. കാരണം ഇത്രയും ലഘുവായിട്ട് നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തും കിട്ടും. അതുപോലെ തന്നെ ഇനി അകത്ത് കയറിക്കാൻ ശമ്പളവും ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. വെറുതെ അല്ല ഈ ഓടിപ്പാനി കണ്ട ജനങ്ങളൊക്കെ ഓടിപ്പാനി അതിൻ്റെ അകത്തേക്ക് കുത്തി കയറുന്നത്. ഇവിടുന്ന് ഇത്രയൊക്കെ സെറ്റപ്പായിട്ടല്ലേ, കൊള്ളാം.